മൊത്തം താറാനും കണ്ണില്ല. നേരത്തെയൊക്കെ ഭാഗ്യമായ രീതിയിൽ ഇത് ഓരോ 90% കണ്ണുപോയി. തലയടിച്ചാകുക, കണ്ണു പോയി കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ തലയടിച്ചിട്ട് ചാകുക. നമുക്കിപ്പോഴും ഇതിനെ കൊല്ലണമെന്നില്ല, നമുക്ക് എങ്ങനെയാലും ഇതിനെ രക്ഷിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. പക്ഷേ മരുന്നോ മന്ത്രമോ ഒന്നും കൊടുത്താൽ ഏക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലേക്ക് വീണ്ടും പക്ഷിപ്പനി ബാധിച്ചിരിക്കുകയാണ്. ഇന്ന് ആലപ്പുഴ ജില്ലയിൽ തന്നെ ഏകദേശം 8000-ലധികം താറാവുകളാണ് പക്ഷിപ്പനി ബാധിച്ച് മരിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതൽ താറാവുകൾ മരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടങ്ങളും അതുപോലെ തന്നെ ജില്ലാ ഭരണ കേന്ദ്രവും നമ്മളെ അറിയിക്കുന്നത്. ഇതിലൂടെ ഇനി വരാൻ പോകുന്നത് പ്രധാനമായിട്ടും ഇത് ക്രിസ്മസ് മാസമാണ്. ക്രിസ്മസ് മാസത്തിലൂടെ മാംസ വ്യാപാര കേന്ദ്രങ്ങളിൽ വലിയൊരു വിപണി നടക്കുന്നൊരു സമയമാണ്. ഈ ഒരു അവസരത്തിൽ പക്ഷിപ്പനി വ്യാപിക്കുന്നതിലൂടെ ഈ വ്യാപാരത്തെയും അതുപോലെ തന്നെ മാംസ വ്യാപാരത്തിലെ പ്രധാനപ്പെട്ട ഇനമായ ഈ താറാവ് വ്യാപാരത്തെയും ഗണ്യമായി ബാധിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ നമ്മളോടുകൂടെ കുട്ടനാട്ടിലെ താറാവ് കർഷകനായിട്ടുള്ള ബാബു ചേരുന്നതാണ്. ചേട്ടാ, ഇന്ന് എത്ര താറാവുകൾ മൊത്തം ചത്തിട്ടുണ്ട്? ഇന്ന് 300 ചില്ലാനും താറാവുകളും ചത്തിട്ടുണ്ട്. ഇന്നലെ ഒരു 1300-1500 അതിന് തലേ ദിവസവും ഒരു 1700 4 ദിവസം കൊണ്ട് ഏതാണ്ട് 6000 താറാവ് മാറി. എത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് മൊത്തം പറഞ്ഞാൽ 40 ലക്ഷം രൂപയുടെ നഷ്ടം. 40 ലക്ഷം രൂപയുടെ നഷ്ടം. ഇതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തരാതിരിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾ പിന്നെ എങ്ങനെ ജീവിക്കും? ഇതുവരെ ഇതിന് മുമ്പ് ബാധിച്ച സമയത്തൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും നഷ്ടപരിഹാരങ്ങൾ തന്നിട്ടുണ്ടോ? ഇത്തവണ നഷ്ടപരിഹാരങ്ങൾ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു ബോധമുണ്ട്. അതെ, പിന്നെ നമുക്കിപ്പോഴും ഇതിനെ കൊല്ലണമെന്നില്ല, നമുക്ക് എങ്ങനെയാലും ഇതിനെ രക്ഷിക്കാനാണ് ഞങ്ങൾ നോക്കുന്നത്. പക്ഷേ മരുന്നോ മന്ത്രമോ ഒന്നും കൊടുത്താൽ ഏക്കാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മരുന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. വാക്സിനേഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ സ്വയം കയ്യിൽ നിന്ന് കൊടുത്ത് 36,000 രൂപയൊക്കെ 8 ദിവസത്തിന് മുമ്പ് തടസ്സം കണ്ടപ്പോഴേ ഒരു ഇഞ്ചക്ഷൻ വാക്സിനേഷൻ ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും ഫലപ്രദമാകുന്നില്ല. അപ്പൊ ഇതിൽ തന്നെ ഇനി ഒരു പ്രതിവിധിയുള്ളത്? ഇതിന്റെ ഇനി ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ അത് സർക്കാർ ഏറ്റെടുക്കുക, സർക്കാർ അതിന് വേണ്ട രീതിയിൽ അതിന് എന്താന്ന് വെച്ചാൽ അത് കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലാതെ ഇതിൽ കവിഞ്ഞ് ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കൃഷി വകുപ്പിൽ നിന്നൊന്നും വേണ്ട സഹകരണമായി കർഷകർക്ക് ലഭിക്കുന്നില്ല. കൃഷി വകുപ്പിൽ നിന്ന് ഇതിന് ലോൺ പോലും തരത്തില്ല. ഒരു ബാങ്കുകാർ പോലും ലോൺ തരത്തില്ല. ഞാൻ കൃഷി വായ്പ ലോൺ എടുത്താണ് ഇതിനെ വളർത്തിയത്. 30 ലക്ഷം രൂപ കൃഷി വായ്പയായിട്ട് വസ്തു ഇടുമേൽ എടുത്തിട്ടാണ് ഇതിനെ വളർത്തിയത്. എന്നിട്ടും ഇപ്പോഴും ഈ കൂട്ടമായിട്ട് ചാവുന്നതിലോ ഇതൊന്നും കണ്ടിട്ടും ഇതിന് മുമ്പ് ഇതുപോലെ ഉണ്ടായിട്ടൊന്നും കൃഷി വകുപ്പിൽ നിന്ന് യാതൊരുവിധ സഹകരണം ഒന്നും തന്നിട്ടില്ല. ഒരു പൈസ ഒന്നും, ഒരു ഇളവ്, ഒരു പലിശ ഇളവ് പോലും കിട്ടിയിട്ടില്ല. ഇതെപ്പോഴും പലിശ അടക്കാഞ്ഞിട്ട് ജപ്തി ഒന്നും പറഞ്ഞ് ഭീഷണിയിൽ നടക്കുമല്ലോ. താറാവുകളുടെ ചാകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവരറിഞ്ഞു പോരും. പിന്നെ എങ്ങനെ ഇത് ചെയ്യും, എങ്ങനെ അടയ്ക്കുമെന്നുള്ള ഒരു ഇതിൽ അവർ നമ്മളെ ഇങ്ങനെ ഓരോ ദിവസവും വിളിയോട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സങ്കടം തോന്നൂലേ ഇതുപോലെയുള്ള താറാവുകൾ ചത്തു എങ്ങനെ സങ്കടം? നമ്മുടെ മക്കളെ മനുഷ്യരല്ലേ ഞങ്ങളിത് കണ്ട് സ്വയം ചാകുക. 5-10 മണിക്കാരുമായിട്ട് കിടന്ന് കലാശിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ ഇപ്പം 6-7 പേരാണ് ഇതിന് ചാകുന്നതിനെ പെറുക്കാനും വയ്യാത്തതിനെയും പെറുക്കാനുമായിട്ട് നടക്കുന്നത്. ഈ കണ്ണ് കാണാതെയൊക്കെ താറാവുകൾ പെട്ടെന്ന് മൊത്തം കണ്ണില്ല. ഞാൻ വേണേൽ കാണിക്കാം. മൊത്തം താറാനും കണ്ണില്ല. നേരത്തെയൊക്കെ ഭാഗ്യമായ രീതിയിൽ ഇത് ഓരോ 90% കണ്ണുപോയി. തലയടിച്ചാകുക, കണ്ണു പോയി കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ തലയടിച്ചിട്ട് ചാകുക. ബാബു എന്ന് പറയുന്ന ഒരു കർഷകന്റെ മാത്രം രോദനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുവരിക്കുന്നത്. ഇതുപോലെ നിരവധി കർഷകരാണ് കുട്ടനാട്ടിലും അതുപോലെ തന്നെ ആലപ്പുഴയുടെ വിവിധ ഭാഗങ്ങളിലുമുള്ളത്. എത്രയെത്ര താറാവുകൾ ഇവിടെ ഇതുപോലെ, ഇപ്പോൾ നമ്മളിവിടെ ഈ സ്ഥലത്ത് വന്നപ്പോൾ തന്നെ തലയടിച്ച് മരിക്കുന്ന താറാവുകളെ നമ്മൾ കണ്ടു, കണ്ണ് കാണാതെ ഈ പനി ബാധിച്ച്. ഇതിൽ നിന്നും സർക്കാരിൽ നിന്നും ഒരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന പരാതി ബാബുവിനെ പോലെ നിരവധി കർഷകരും ഉന്നയിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാനിക്കാവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1.